ഒരു വേണ്ടാതിരത്തിലേക്ക് പോണം, ഒരു അനാവശ്യത്തിലേക്ക് പോണ ഒരാളല്ല. ഓനെങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. മോൻ അങ്ങനെ വളർത്തണ. എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട്, പപ്പ ഷോപ്പിൽ പോയാൽ മമ്മി ഒറ്റയ്ക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ വരെ പോയി കാണാം, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഇരിക്കുന്ന അറിയും. അങ്ങനെ പറയണം. ഇതാ നേരം പെയ്യുണ്ടെങ്കിൽ അപ്പം പറയും, അപ്പം മമ്മിയും ഞാൻ വരും, എന്നിട്ട് വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയ. അങ്ങനെ ഇതാ വളർത്തണം കുട്ടി. അവൻ്റെ ക്രോസ് ബെൽറ്റാണ് ഇവനൊക്കെ അങ്ങനെ നാല് ഇവിടെ എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗം ഇനി വേറെ ഒരമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. ഒരാൾ ഓനറിയണം, ആർക്കും എല്ലാവർക്കും എൻ്റെ കുട്ടീൻ്റെ സ്വഭാവം അറിയാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരും എൻ്റെ ഫ്രണ്ട്സുമാർക്ക് എല്ലാവർക്കും എൻ്റെ മോൻ്റെ സ്വഭാവം അറിയാൻ. അങ്ങനെ ഒരു ചീത്തത്തരുള്ളൊരു കുട്ടിയല്ല. അതാണ് എൻ്റെ കുട്ടിക്ക് ഇത് സഹിക്കാൻ പറ്റാതെയായത്, ഇത് ചെയ്തത്. എല്ലാം ഇന്നട്ടേച്ചിൻ്റെ കുട്ടി പോകൂല, എനിക്ക് ഉറപ്പാണ്. ഇന്നട്ടേച്ചിൻ്റെ കുട്ടി പോകൂല ഈ കുട്ടിക്ക്. ആ കുട്ടിയുടെ പേരിൽ അത് വിട്ടുപുറത്താൽ പിന്നെ വലിയ വളമായിരിക്കും. എനിക്കൊരൊറ്റ മോനുള്ളൂ, ഞാനില്ല. ഓനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണത്, ഈ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത്. കുട്ടിയാണ് നോക്കണത് എല്ലാം. എനിക്ക് മരുന്ന്, എനിക്ക് ഷുഗർ ഒക്കെ ഉണ്ട്, അതൊക്കെ എൻ്റെ കുട്ടി. വീട്ടിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് എൻ്റെ മോനാണ് നോക്കണത്. ഒരു കാര്യത്തിന് പറഞ്ഞേക്കില്ല, എൻ്റെ മോനെല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇനി എനിക്ക് ആരുണ്ട്, എനിക്ക് എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി, എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ടോ. അതിനുള്ള എല്ലാ കള്ളാസുകളും ഞങ്ങളുണ്ട്. വക്കീലത്ത് പോയിന് അവരവരെ അതിൻ്റെ വേണ്ടവരെല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്, കേസെടുക്കുമെന്നുള്ള തരത്തിൽ. അത് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പുറമേ നിന്നും ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇതായിട്ട്. ഇനി ഇതേമാതിരി വേറെ ആർക്കും ഞങ്ങൾക്ക് വന്ന അതിൽ ആർക്കും വരരുത്. സ്വന്തമായി ഒരാൾക്ക് നമ്മളെ മോൻ പോയി ഈ കാരണം കൊണ്ട്. പിന്നെ അതേമാതിരി മറ്റുള്ള അച്ഛനമ്മകൾക്കും അങ്ങനെ ഈ ഇത് വരരുത്, അനുഭവം വരരുത്.